ഏതൊരു പൗരന്റെയും അവസാനത്തെ ആശ്രയമാണ് കോടതികൾ. അതുകൊണ്ടുതന്നെ കോടതികളുടെയും ആ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെയും വിശ്വാസ്യതയ്ക്ക് ഒരിക്കലും കോട്ടം തട്ടാൻ പാടില്ല. എന്നാൽ നീതിന്യായ വ്യവസ്ഥയെ സംശയനീഴലാക്കുന്ന ബാബരി മസ്ജിദ് വിധി അടക്കമുള്ളവ പല കാലങ്ങളിൽ സംഭവിച്ചത് നമുക്കറിയാമല്ലോ. ആ പട്ടികയിൽ പെടുത്താവുന്ന മറ്റൊരു സംഭവമാണ് ബോംബെ ഹൈക്കോടതി ജഡ്ജിയായി BJP മുൻ വക്താവിനെ നിയമിച്ചത്. മഹാരാഷ്ട്ര BJPയുടെ ഔദ്യോഗിക വക്താവായി പ്രവർത്തിച്ചിരുന്ന അഭിഭാഷക ആരതി അരുൺ സദയെ ബോംബെ ഹൈക്കോടതി ജഡ്ജിയായി കഴിഞ്ഞ ദിവസമാണ് നിയമിച്ചത്. സുപ്രീം കോടതി കൊളീജിയമാണ് ഈ നിയമനത്തിനുള്ള ശുപാർശ ചെയ്തത്. ഇക്കഴിഞ്ഞ ജൂലൈ 28 നടന്ന യോഗത്തിലാണ് അംഗീകാരം. 2023 ഫെബ്രുവരിയിലാണ് ഇവർ മഹാരാഷ്ട്ര BJP വക്താവായത്. തുടർന്ന് 2024 ജനുവരിയിൽ വ്യക്തിപരവും തൊഴിൽപരവുമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ആരതി അരുൺ സദെ രാജിവെച്ചു. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ ജഡ്ജിയായി മാറുന്നത്. കൃത്യമായ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള BJPയുടെ നാവായിരുന്ന ഒരാൾ ജഡ്ജിയായി നിയമിതയാകുന്നത് ജനാധിപത്യത്തിനേറ്റ കനത്ത പ്രഹരമാണെന്നതിൽ തർക്കമില്ല. ഭരണഘടന അനുശാസിക്കുന്ന നീതി നിർവഹണം നടത്തുകയെന്നത് വലിയ ഉത്തരവാദിത്വമാണ്. അങ്ങനെ ഒരു പദവിയിലിരിക്കുന്ന BJPയുടെ നാവായിരുന്ന ഒരാളുടെ വിധി പ്രസ്താവം ഏത് വിധത്തിലേക്ക് മാറുമെന്നത് ഉയരുന്ന പ്രധാന ചോദ്യമാണ്. ഈ നീക്കത്തിനെതിരെ മഹാരാഷ്ട്രയിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നത്. രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയിൽ നീതിയും നിഷ്പക്ഷതയും നിലനിൽക്കണമെങ്കിൽ BJP മുൻ വക്താവിനെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ നിലപാട്. മറിച്ചെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഈ വിഷയത്തിൽ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയതും വാർത്തകളിൽ ഇടം പിടിച്ചു. ജഡ്ജി നിയമനത്തിന് മുൻപ് പാർട്ടി പദവിയിൽ നിന്ന് ആരതി രാജിവെച്ചുവെന്നാണ് BJP വാദം. എന്നാൽ BJPയുടെ ഈ വാദം അപ്രസക്തമാണ്. കാരണം പദവിയിൽ നിന്ന് രാജിവെച്ചെങ്കിൽ തന്നെ BJPയുടെ രാഷ്ട്രീയം ആരതി അരുൺ സദെ കൈവിട്ടില്ലെന്നത് വസ്തുതയാണ്. അങ്ങനെ ഒരു പ്രസ്താവന അവർ എവിടെയും നടത്തിയിട്ടില്ല. ഇനി അങ്ങനെ പറഞ്ഞാൽ തന്നെ BJP പ്രതിക്കൂട്ടിലാവുന്ന സംഭവങ്ങളിൽ നീതി തേടി വരുന്നവർ BJPയുടെ മുഖമായി നിന്നയാൾ തന്നെ ജഡ്ജിയായിരിക്കുന്ന നിയമ സംവിധാനത്തിൽ നിന്ന് എന്തു പ്രതീക്ഷയാണ് വെച്ചു പുലർത്തേണ്ടത്? ജഡ്ജിമാരെ നിയമിക്കുന്ന കൊളീജിയം സംവിധാനത്തിന്റെ സുതാര്യതയെ സംബന്ധിച്ച് പലപ്പോഴായി സംശയങ്ങളും ആരോപണങ്ങളും ഉയർന്നത് നമുക്കറിയാമല്ലോ. രാമക്ഷേത്രത്തിന് അനുകൂലമായ വിധിയും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ നടപടി ശരിവെച്ചതും സ്വവർഗ വിവാഹം നിയമവിധേയമാക്കാൻ വിസമ്മതിച്ചതും അടക്കമുള്ളവയാണ് സുപ്രീം കോടതിക്കെതിരെ നിരവധി ചോദ്യചിഹ്നങ്ങൾ ഉയരാൻ ഇടയാക്കിയത്. BJP ഭരിക്കുന്ന രാജ്യത്ത് അവർ ഉയർത്തുന്ന രാഷ്ട്രീയ അജണ്ടകൾക്ക് അനുകൂലമായ കോടതി വിധികൾ ഏകപക്ഷീയമായി വരുന്ന ഘട്ടങ്ങളിലാണ് ഈ സംശയങ്ങളും ആരോപണങ്ങളും ഉയർന്നതെന്നത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. 2018 മുതൽ 2019 വരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ് അദ്ദേഹം വിരമിച്ച ശേഷമാണ് BJPയുടെ അനുഗ്രഹത്തോടെ രാജ്യസഭ MP ആയത്. ബാബരി മസ്ജിദ് സംഘപരിവാർ തകർത്തിയിടത്തു തന്നെ രാമക്ഷേത്രം പണിയാനുള്ള സുപ്രീം കോടതി വിധി ഉണ്ടായത് രഞ്ജൻ ഗൊഗോയ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കാലത്താണെന്നത് രാജ്യം മറന്നിട്ടില്ല. ഭരിക്കുന്ന പാർട്ടിയുടെ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയ്ക്ക് വിധേയർ ആക്കേണ്ടവരല്ല രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നവർ. നിയമം കൈകാര്യം ചെയ്യുന്നവർ അതിന് കീഴ്പ്പെടാത്ത, ഭരിക്കുന്നവർ അവരെ കീഴ്പ്പെടുത്താത്ത തരത്തിൽ നീതി നിർവഹണം നടക്കാൻ രാജ്യത്തെ ജനങ്ങൾ ഭരണഘടന ഉയർത്തി ജാഗരൂകരാകേണ്ടതുണ്ട്.